വാർത്തകൾ വിശദമായി. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച പെരുമ്പാവൂർ ജിഷ കേസിൽ പ്രതി പോലീസ് പിടിയിൽ. അസം സ്വദേശി 23-കാരനായ അമീർ ഉൾ ഇസ്ലാം ആണ് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് നിന്ന് പിടിയിലായത്. കൊലപാതക സ്ഥലത്ത് നിന്ന് ലഭിച്ച ഒരു ജോഡി ചെരുപ്പും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും പ്രതിയെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചു. പ്രതി കൊലപാതകത്തിനായി ഉപയോഗിച്ച ആയുധവും അന്നേ ദിവസം ധരിച്ച വസ്ത്രവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പെരുമ്പാവൂർ ഇരിഞ്ഞോൾ വൈദ്യശാസ്ത്ര പടിയിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത്. 2 ദിവസം മുമ്പ് തമിഴ്നാട് കാഞ്ചീപുരത്തെ ശിങ്കിടിവാക്കത്ത് നിന്നാണ് പ്രതി പോലീസിന്റെ പിടിയിലായത്. കൊലപാതക സ്ഥലത്ത് നിന്ന് ലഭിച്ച ഒരു ജോഡി ചെരുപ്പും മൊബൈൽ ഫോണും കേന്ദ്രീകരിച്ച് നടത്തിയ മികവാർന്ന അന്വേഷണമാണ് പോലീസിനെ പ്രതിയിലേക്കെത്താൻ സഹായിച്ചത്. രണ്ടാം അന്വേഷണ സംഘം തയ്യാറാക്കിയ രേഖാചിത്രം കണ്ട കടയുടമ ചെരുപ്പ് വാങ്ങിയ ആളെ സംബന്ധിച്ച വിവരം പോലീസിന് കൈമാറുകയായിരുന്നു. കൊലപാതക ദിവസം ടവർ ലൊക്കേഷനിൽ വരികയും പിന്നീട് നിശ്ചലമാവുകയും ചെയ്ത മൊബൈൽ നമ്പറുകൾ പോലീസ് ഇതിനകം പരിശോധിച്ചു. 25 ലക്ഷത്തോളം നമ്പറുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതിൽ 200 ഫോൺ നമ്പറുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിയുടെ മൊബൈൽ ഇടയ്ക്ക് ഓണാവുകയും സുഹൃത്തുക്കളെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനിടെ പ്രതി തന്റെ പഴയ സിം ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ പുതിയ സിമ്മും അതേ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചതോടെ ഫോണിന്റെ IMEI നമ്പർ പ്രതിയിലേക്കെത്താൻ പോലീസിന് സഹായകമായി. തുടർന്ന് കാഞ്ചീപുരത്തെത്തിയ പോലീസ് അവിടെ കൊറിയൻ കമ്പനിയിൽ കരാർ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന പ്രതിയെ പിടികൂടുകയായിരുന്നു. രക്തസാമ്പിളുകൾ ശേഖരിച്ച് DNA പരിശോധനയ്ക്ക് അയച്ച പോലീസിന് പരിശോധനാ കേന്ദ്രത്തിൽ നിന്നും ശുഭവാർത്തയാണ് ലഭിച്ചത്. വൈകിട്ടോടെ പ്രതിയെ ആലുവ പോലീസ് ക്ലബ്ബിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുള്ളതിനാൽ മുഖം മറച്ചാണ് പ്രതിയെ പോലീസ് ക്ലബ്ബിലെത്തിച്ചത്. തിരിച്ചറിയൽ പരേഡിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതിയെ ഹാജരാക്കുമെന്ന് ADGP B സന്ധ്യ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരത്തിനു മുമ്പ് പ്രതിയെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. കൊലപാതകയെ കാണാൻ നിരവധി പേരാണ് ആലുവ പോലീസ് ക്ലബ്ബിലും മറ്റുമായി തടിച്ചുകൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊലപാതകം നടത്തിയത് താൻ ഒറ്റയ്ക്കാണെന്ന് പിടിയിലായ പ്രതി അമീർ ഉൽ ഇസ്ലാം പോലീസിന് മൊഴി നൽകി. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. കുത്തേറ്റ് തളർന്നു വീണ ജിഷ ദാഹജലം ചോദിച്ചപ്പോൾ താൻ വായിൽ മദ്യമൊഴിച്ചു കൊടുക്കുകയായിരുന്നുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. കാഞ്ചീപുരത്തു നിന്നും പിടിയിലായ പ്രതിയെ കാലടിയിലെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് 2 ദിവസത്തോളം പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ദ്വിഭാഷിയുടെ സഹായത്തോടെ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കൊലപാതക കാരണവും കൃത്യം നടത്തിയ വിധവും വിശദമാക്കി. മുൻ വൈരാഗ്യമാണ് ക്രൂരമായ കൊലയിലേക്ക് നയിച്ചത്. കൊലപാതകത്തിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് സ്ത്രീകളുടെ കുളിക്കടവിലെത്തിയ അമിയൂറിനെ സ്ത്രീകൾ അടിച്ചോടിച്ചിരുന്നു. ഇത് കണ്ടുനിന്ന ജിഷ ഇയാളെ കളിയാക്കി ചിരിച്ചതാണ് വൈരാഗ്യത്തിന് കാരണം. ജിഷയ്ക്ക് ഇയാളെ മുൻപരിചയമുണ്ടായിരുന്നു. ലൈംഗിക വൈകൃതമുള്ള ഇയാൾ സംഭവ ദിവസം രാവിലെ ജിഷയുടെ വീട്ടിലെത്തി ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു. ജിഷ വീട്ടിൽ നിന്നും ഇയാളെ അടിച്ചോടിച്ചു. ഇതോടെ വൈരാഗ്യം മൂർച്ഛിക്കുകയായിരുന്നു. വട്ടോളിപ്പടിയിലെ വീട്ടിൽ നിന്നും അപ്പോൾ മടങ്ങിയ പ്രതി മദ്യപിച്ച് വൈകിട്ട് 4 മണിയോടെ ജിഷയുടെ വീട്ടിലെത്തി. വീടിനുള്ളിൽ കടന്ന പ്രതി ജിഷയെ ഷാൾ കഴുത്തിൽ മുറുക്കി കീഴ്പ്പെടുത്തുകയായിരുന്നു. കത്തികൊണ്ട് കുത്തി വീഴ്ത്തിയിട്ടും ഇയാളുടെ പക അടങ്ങിയില്ല. തളർന്നു വീണുകിടന്ന ജിഷയെ അയാൾ തലങ്ങും വിലങ്ങും കുത്തി. വെള്ളം ചോദിച്ച ജിഷയുടെ വായിലേക്ക് ഇയാൾ മദ്യമൊഴിച്ചു കൊടുത്തു. പിന്നീട് മാനഭംഗത്തിന് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതോടെ ജനനേന്ദ്രിയം ആയുധം ഉപയോഗിച്ച് കുത്തിക്കീറി. കൃത്യത്തിന് ശേഷം പുറത്തിറങ്ങിയ പ്രതി കനാൽ വഴി രക്ഷപ്പെടുകയായിരുന്നു. കനാലിലേക്ക് ഇറങ്ങുന്നത് വഴി ചെളിയിൽ പൂണ്ട ചെരുപ്പ് ഉപേക്ഷിച്ചു. രാത്രി 8 മണിവരെ പെരുമ്പാവൂരിൽ തങ്ങിയ പ്രതി പുലർച്ചെ ആലുവയിലെത്തി ട്രെയിൻ മാർഗം ആസാമിലേക്ക് കടന്നു. ആസാമിലെത്തിയ പ്രതി പെരുമ്പാവൂരിലെ സുഹൃത്തുക്കളെ വിളിച്ച് ഇതിനകം അന്വേഷണ പുരോഗതി തിരക്കിയിരുന്നു. തന്റെ നേരെ അന്വേഷണ ദിശ തിരിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ഇയാൾ തമിഴ്നാട്ടിൽ ജോലി തേടിയെത്തുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ പലതവണ ഇയാൾ മൊഴി മാറ്റിയത് പോലീസിനെ കുഴക്കി. കൊല നടത്താൻ ഉപയോഗിച്ച കത്തി കനാലിൽ ഉപേക്ഷിച്ചുവെന്ന് ആദ്യം മൊഴി നൽകിയ പ്രതി പിന്നീടത് മാറ്റിപ്പറഞ്ഞു. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനായി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷ കൊലക്കേസിലെ പ്രതിയെ പിടികൂടാനായത് കേരള പോലീസിന്റെ അഭിമാനകരമായ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കണമെന്ന് ജിഷയുടെ സഹോദരിയും അമ്മയും ആവശ്യപ്പെട്ടു. ജിഷ കേസിലെ പ്രതിയെ പിടികൂടാനായത് കേരള പോലീസിന്റെ അഭിമാനകരമായ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളം കാത്തിരുന്ന വാർത്തയാണ് ജിഷ കേസിലെ പ്രതിയെ കണ്ടെത്തുക എന്നും കേരള പോലീസിന്റെ തൊപ്പിയിലെ ഒരു പൊന്തുവൽ കൂടിയാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. തീർച്ചയായും കേരളം ആകെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണത്. അത്തരമൊരു പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നു എന്നത് അന്വേഷക സംഘത്തിന്റെ തൊപ്പിയിൽ വലിയൊരു തൂവൽ തന്നെ ചാർത്തുന്ന നടപടിയാണ്. കേരള പോലീസ് ഒരിക്കൽ കൂടി കഴിവ് തെളിയിച്ചെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. LDF സർക്കാർ വന്നില്ലെങ്കിൽ മറ്റൊരു സുകുമാരക്കുറിപ്പ് കൂടി ഉണ്ടാകുമായിരുന്നുവെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരുന്നില്ലെങ്കിൽ മറ്റൊരു സുകുമാരക്കുറിപ്പ് ഉണ്ടാകുമായിരുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത്. അതില്ലാത്ത വിധത്തിൽ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് കേരള പോലീസിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. കേരള പോലീസിനെ അഭിനന്ദിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തീർച്ചയായും കേരള പോലീസിനെ നമ്മളെല്ലാവരും അഭിനന്ദിക്കണം. എത്ര ഗുരുതരമായ അഴിയാത്ത കേസുകളും അഴിയിക്കാൻ കഴിയുന്ന
സാമർഥ്യമുള്ള പോലീസാണ് കേരള പോലീസ്. സന്ധ്യയുടെയും ടീമിന്റെയും അന്വേഷണം ശരിയായ ദിശയിലായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ അഭിനന്ദനത്തിന് നന്ദി അറിയിക്കുന്നതായും DGP ലോക്നാഥ് ബെഹ്റ പ്രതികരിച്ചു. ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്തു. ആൻഡ് മൈ ടീം വെരി ഗുഡ് ടീം. സന്ധ്യ ഡിഡ് വെരി വെൽ. പ്രതിക്ക് ഉചിതമായ ശിക്ഷ നൽകാനുള്ള തെളിവുകൾ ശേഖരിക്കണമെന്നും ADGP പറഞ്ഞു. നല്ല ടീം വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്ന. ഒന്നാം തരം പ്രോസിക്യൂഷൻ, സക്സസ്ഫുൾ പ്രോസിക്യൂഷൻ ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാശങ്കയുണ്ടാവില്ല. വളരെ കൃത്യമായിട്ടായിരിക്കും അന്വേഷണം. പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കണമെന്ന് ജിഷയുടെ സഹോദരി ദീപയും പ്രതിക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ഇനി ഒരു പെൺകുട്ടിക്കും തന്റെ മകളുടെ അവസ്ഥ വരരുതെന്നും ജിഷയുടെ അമ്മയും പ്രതികരിച്ചു. അയാള് എങ്ങനെയൊക്കെ കൊച്ചിനെ ചെയ്തേക്കണെന്ന് വെച്ചാൽ അതുപോലെ അയാളെ ശരിക്കും ശിക്ഷിക്കണം. ശരിക്കും ശിക്ഷ കൊടുത്തിട്ട് അയാളെ തൂക്കിക്കൊല്ലണം. അയാൾക്ക് വേണ്ട മതിയായ ശിക്ഷ. ഒരിക്കലും എന്ത് പഴുത് കിട്ടിയാലും അയാൾ ഒരു കാരണവശാലും പുറത്തു പോവാത്ത രീതിയിൽ അയാൾക്ക് തൂക്കുകയർ വാങ്ങിച്ചു കൊടുക്കുക. ന്യൂസ് ഡെസ്ക്. ജിഷ കൊലപാതക കേസിൽ പ്രതി പിടിയിലാകുന്നത് സംസ്ഥാന പോലീസ് വകുപ്പിന് അഭിമാനമാകുന്നു. ആദ്യ അന്വേഷണ സംഘത്തെ ഒഴിവാക്കി ADGP B സന്ധ്യയ്ക്ക് ചുമതല നൽകിയതോടെയാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. തെളിവ് നശിപ്പിക്കപ്പെട്ടതിന്റെ പേരിൽ ആദ്യ അന്വേഷണ സംഘം ഒട്ടേറെ പഴികേട്ടിരുന്നു. ജിഷയുടെ കൊലപാതകം അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസ് തെളിവ് നശിപ്പിച്ചുവെന്ന വിമർശനം ശക്തമായിരുന്നു. സംഭവസ്ഥലം സീൽ ചെയ്യാതിരുന്നതും ജിഷയുടെ മൃതദേഹം അനാവശ്യ തിടുക്കത്തോടെ രാത്രിയിൽ ദഹിപ്പിച്ചതും വിമർശനങ്ങളെ സാധൂകരിച്ചു. ക്രമസമാധാന ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പോലും സംഭവസ്ഥലം ദിവസങ്ങൾക്ക് ശേഷമാണ് സന്ദർശിച്ചത്. പുതിയ സർക്കാർ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ADGP പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഒഴിവാക്കി ADGP B സന്ധ്യയ്ക്ക് ചുമതല നൽകി. അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന എറണാകുളം റൂറൽ SP യതീഷ് ചന്ദ്രയെയും ഒഴിവാക്കി. പകരം ക്രൈംബ്രാഞ്ചിൽ കേസന്വേഷണത്തിൽ വൈദഗ്ധ്യം തെളിയിച്ച SP VN ഉണ്ണിരാജയെയും മധുവിനെയും ഉൾപ്പെടുത്തി. കേസന്വേഷണത്തിലെ നിർണായക വഴിത്തിരിവുകൾ ഇതോടെ ഉണ്ടായി. സമീപത്ത് കടയിൽ നിന്ന് കൊലയാളിയുടെ ദൃശ്യങ്ങൾ, വീട്ടിൽ നിന്ന് കിട്ടിയ ചെരുപ്പ്, DNA പരിശോധനയിലെ വ്യക്തത തുടങ്ങിയ തെളിവുകൾ പ്രതിയിലേക്ക് വെളിച്ചം വീശി. ആദ്യ അന്വേഷണ സംഘം വരുത്തിയ ഗുരുതര കൃത്യവിലോപത്തിന് പഴികേട്ട കേരള പോലീസിന് ഇത് തൊപ്പിയിലെ പൊൻതൂവൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഏപ്രിൽ 28-നായിരുന്നു പെരുമ്പാവൂരിലെ ജിഷ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. പീപ്പിൾ ടിവിയുടെ ക്യാമ്പയിനിലൂടെയാണ് ജിഷയുടെ നീതിക്ക് വേണ്ടിയുള്ള ശബ്ദം കേരളത്തിന്റെ പൊതുമനസാക്ഷിക്ക് മുന്നിലെത്തിയത്. 1.5 മാസം നീണ്ട അന്വേഷണത്തിലൊടുവിലാണ് ഇപ്പോൾ ജിഷയുടെ കൊലപാതകി ആരെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കുന്നത്. ഏപ്രിൽ 28-ന് വൈകിട്ട് 5-നും 5:45-നും ഇടയിലാണ് പെരുമ്പാവൂർ നഗരത്തിനടുത്ത രായമംഗലം പഞ്ചായത്തിൽ ഇരിങ്ങോൾ ഗ്രാമത്തിലെ നിയമവിദ്യാർത്ഥിയായിരുന്ന ജിഷ കൊല്ലപ്പെട്ടത്. അങ്ങനെയായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. പെരിയാർ ബണ്ട് കനാലിന്റെ തിണ്ടയിൽ പുറമ്പോക്ക് ഭൂമിയിൽ പണിത ഒരൊറ്റമുറി വീട്ടിലാണ് ജിഷയും അമ്മ രാജേശ്വരിയും കഴിഞ്ഞിരുന്നത്. ജോലിക്ക് പോയിരുന്ന രാജേശ്വരി തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മകളുടെ അതിദാരുണമായ മൃതദേഹം കാണുന്നത്. എന്നാൽ ജിഷയുടെ മരണം സംബന്ധിച്ച് പോലീസ് പറയുന്ന സമയം പോലും ശരിയല്ലെന്നായിരുന്നു പിന്നീട് പുറത്തുവന്ന റിപ്പോർട്ട്. പോലീസ് റിപ്പോർട്ടിനെ നിരാകരിക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഏപ്രിൽ 27-ന് അർദ്ധരാത്രിക്ക് ശേഷമോ അല്ലെങ്കിൽ 28-ന് പുലർച്ചയ്ക്കോ ആയിരിക്കാം കൃത്യം നടന്നത് എന്നായിരുന്നു വിദഗ്ധരുടെ അഭിപ്രായം. തെളിവുകൾ കുറ്റകരമായി നശിപ്പിക്കപ്പെടുകയും മരണസമയം പോലും തെറ്റായി രേഖപ്പെടുത്തുകയും ചെയ്താൽ കോടതിയിൽ കേസ് പരാജയപ്പെട്ടേക്കാം എന്നതുകൊണ്ട് തന്നെ തിടുക്കത്തിൽ പോലീസ് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. മൃതദേഹം കത്തിച്ചു കളയുക വരെ ചെയ്തു. അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായ ജിഷയുടെ ശരീരത്തിൽ 38 മുറിവുകളുണ്ടായിരുന്നു. നെഞ്ചിൽ മാത്രം 13 കുത്തേറ്റു. വയറും ആന്തരികാവയവങ്ങളും തകർന്നു. പക്ഷെ കൊലപാതകം പലരും മൂടിവെക്കാൻ ശ്രമിച്ചതോടെ തകർന്നത് സത്യത്തിൽ കേരളത്തിന്റെ സാമൂഹിക മനസ്സായിരുന്നു. മെയ് 3-ന് പീപ്പിൾ TV ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതോടെയാണ് കേരളം ഒന്നടങ്കം ജിഷയുടെ നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങിയത്. അതുവരെ ആരും ഈ കൊടും ക്രൂരത അറിഞ്ഞേയില്ല. പീപ്പിളിന്റെ ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളും ഏറ്റെടുത്തതോടെ കേരളത്തിന്റെ ഭരണകൂടം തന്നെ ആടിയുലഞ്ഞു. കൊലപാതക ദിവസത്തിന് ശേഷം കാണാതായ ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ ആദ്യ അന്വേഷണങ്ങൾ. പെരുമ്പാവൂരിലെ ക്യാമ്പുകളിൽ പരിശോധനകളും ചോദ്യം ചെയ്യലുകളും പതിവ് പല്ലവികളായതല്ലാതെ പോലീസിന് ജിഷയുടെ കൊലയാളിയെക്കുറിച്ച് മാത്രം ഒരു തുമ്പും ലഭിച്ചില്ല. അന്വേഷണത്തിന്റെ പേരിൽ പെരുമ്പാവൂരിൽ പല അസംബന്ധ നാടകങ്ങൾ അരങ്ങേറി. കോൺഗ്രസിലെ ഒരു ഉന്നത നേതാവിന് വരെ ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ആരോപണമുണ്ടായി. എന്നാൽ ജിഷാവധം കൂടി കാരണമായ ജനരോഷം കൊണ്ട് UDF സർക്കാർ നിലംപൊത്തിയതോടെ അധികാരത്തിലെത്തിയ LDF സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റ് തീരുമാനം തന്നെ ജിഷയുടെ നീതിക്കായുള്ള ഉറച്ച കാൽവെപ്പായിരുന്നു. ശ്രീമതി സന്ധ്യയുടെ നേതൃത്വത്തിൽ
ഉള്ളൊരു പ്രത്യേക ടീം അന്വേഷിക്കണം എന്നാണ് കാണുന്നത്. അങ്ങനെ ADGP ബി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള പുതിയ സംഘം പെരുമ്പാവൂർ ജിഷ വധക്കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തു. എറണാകുളം റൂറൽ SP PN ഉണ്ണിരാജൻ ഉൾപ്പെടെയുള്ള കരുത്തുറ്റ പോലീസ് നിര അന്വേഷണത്തെ നയിച്ചു. മെയ് 25-ന് പുതിയ അന്വേഷണ സംഘത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച് കൃത്യം 22 ദിവസം പിന്നിടുമ്പോഴാണ് കേരളം കാത്തിരുന്ന ആ വാർത്ത സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി ആശംസിച്ചതുപോലെ ഇത് അന്വേഷണ സംഘത്തിന്റെ തലയിലെ ഒരു പൊൻതൂവൽ തന്നെയാകുന്നു. ന്യൂസ് ഡെസ്ക്. തുടരുന്നു. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച് കൊലവിളി നടത്തിയ സംഘത്തിൽപ്പെട്ട 2 RSSകാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണു, പട്ടാമ്പി വാടാനക്കുറിശി സ്വദേശി സുമേഷ് എന്നിവർ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. ഒറ്റപ്പാലം കോടതി ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. RSS ക്രിമിനൽ സംഘത്തിൽപ്പെട്ട 2 പേരാണ് ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. ഷൊർണൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി CIമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുന്നതിനിടെയായിരുന്നു കീഴടങ്ങൽ. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തതോടെ അക്രമി സംഘം ഒളിവിലായിരുന്നു. RSS പ്രചാരകനായ വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണു 2 വർഷമായി പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇയാൾ ഞാറക്കലിൽ പോലീസുകാരനെ ആക്രമിച്ച കേസിലും വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസിലും പ്രതിയാണെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് നെല്ലായ ആക്രമണ കേസിൽ അറസ്റ്റിലായ 6 RSS പ്രതികളെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കുന്നതിനിടെയാണ് വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണവും കൊലവിളിയും നടന്നത്. കൊലവിളിക്ക് ശേഷം വിഷ്ണുവിനൊപ്പം ബൈക്കിൽ രക്ഷപ്പെട്ടയാളാണ് പട്ടാമ്പി വാടാനംകുറിശി സ്വദേശി മോനു എന്ന സുമേഷ്. ഇയാൾക്കെതിരെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. പരിക്കേറ്റ മാധ്യമപ്രവർത്തകരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 3 പേർക്കെതിരെയാണ് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് ഒറ്റപ്പാലം പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ശക്തമായ സുരക്ഷ ഒരുക്കിയാണ് ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. കൂട്ടുപ്രതികളായ ചെർപ്പുളശ്ശേരി, നെല്ലായ സ്വദേശികളായ സുബ്രഹ്മണ്യൻ, കൃഷ്ണൻ എന്നിവരെയും പോലീസ് തിരയുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊല്ലം കളക്ടറേറ്റിലെ ബോംബ് സ്ഫോടന കേസിൽ UAPA ചുമത്തും. NIA സംഘം സ്ഥലം പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചു. തമിഴ്നാട്ടിലെ സ്പെഷ്യൽ ബോംബ് സ്ക്വാഡും കൊല്ലത്തെത്തും. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട 10ഓളം പേരെ പോലീസ് ചോദ്യം ചെയ്തു. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് അഴിമതിയുമായി ബന്ധപ്പെട്ട് PWD വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ തള്ളി. അന്വേഷണം തൃപ്തികരമല്ലെന്നും ഹൈക്കോടതി വിധിക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി G. സുധാകരൻ പറഞ്ഞു. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ കൺസൾട്ടൻസി കരാറിലും PWD വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം കഴക്കൂട്ടം വരെയുള്ള ദേശീയപാത വികസനം 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും G. സുധാകരൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഗെയിൽ CMD BC ത്രിപാഠിയും ദില്ലി കേരള ഹൌസിലെത്തി പിണറായി വിജയനെ കണ്ടു. ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഇടുന്ന പ്രവൃത്തികൾ ഒക്ടോബറിൽ തുടങ്ങുമെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കുമെന്നും BC ത്രിപാഠി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. തിരികെ വാർത്തകളിലേക്ക്. പാമോലിൻ കേസിന്റെ വിചാരണ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവ്. ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത്. മുൻ ചീഫ് സെക്രട്ടറി PJ തോമസിന്റെ ഹർജിയിലാണ് ഉത്തരവ്. മെഗാസ്റ്റാർ ഭരത് മമ്മൂട്ടിയുടെ വ്യത്യസ്ത കഥാപാത്രവുമായി എത്തുന്ന തോപ്പിൽ ജോപ്പൻ തിരശ്ശീലയിൽ സജീവമാകുന്നു. കോട്ടയം കുഞ്ഞച്ചൻ മുതൽ അനശ്വര കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ അഭിനയ മുഹൂർത്തമാണ് തോപ്പിൽ ജോപ്പൻ എന്ന കഥാപാത്രം. മെഗാസ്റ്റാർ ഭരത് മമ്മൂട്ടി വീണ്ടും കോട്ടയം അച്ചായന്റെ വേഷത്തിലെത്തുന്ന പുതിയ ചിത്രമാണ് തോപ്പിൽ ജോപ്പൻ. ജോണി ആന്റണി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പിറക്കുന്ന 4ാമത്തെ ചിത്രമാണ് തോപ്പിൽ ജോപ്പൻ. നർമ്മവും വ്യത്യസ്ത ആക്ഷനും കൊണ്ട് പ്രേക്ഷകർക്ക് പുതു അനുഭവം തന്നെയാകും ചിത്രം നൽകുക. കോട്ടയം കുഞ്ഞച്ചൻ മുതൽ നിരവധി അച്ചായൻ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ മമ്മൂട്ടി തികച്ചും വ്യത്യസ്തമായ അഭിനയ പാഠവുമാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ ജോണി ആന്റണി: ഒരു കിഴക്കിന്റെ പശ്ചാത്തലത്തിൽ ഒരു കിഴക്കൻ അച്ചായന്റെ കഥയാണ് തോപ്പിൽ ജോപ്പനിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ധാരാളം അച്ചായൻ കഥാപാത്രങ്ങൾ അനശ്വരമാക്കിയിട്ടുള്ള നടനാണ് മമ്മൂക്ക. മലയാളികൾക്ക് എക്കാലവും നെഞ്ചിലിട്ടിട്ടുള്ള കഥാപാത്രങ്ങളാണ് അവയൊക്കെ. അതുപോലെ തന്നെ
ആളുകൾ സ്വീകരിച്ചേക്കാവുന്ന ഒരു സിനിമയാണ് തോപ്പിൽ ജോപ്പനും. കാരണം കഥാഗതി കൊണ്ടും കഥ കൊണ്ടും കഥാസന്ദർഭങ്ങൾ കൊണ്ടും വ്യത്യസ്തമാണെങ്കിലും ജോപ്പൻ ഒരുപാട് ആളുകളെ രസിപ്പിക്കുന്ന കഥാപാത്രം തന്നെയാണ്. മധുരനാരങ്ങ, ഓർഡിനറി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തിരക്കഥാരംഗത്ത് ശ്രദ്ധേയനായ നിഷാദ് കോയയാണ് തോപ്പിൽ ജോപ്പന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. മമത മോഹൻദാസും ആൻഡ്രിയയും തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിൽ രഞ്ജി പണിക്കർ, ഹരിശ്രീ അശോകൻ തുടങ്ങി വലിയ താരനിര തന്നെയുണ്ട്. നൌഷാദ് ആലത്തൂർ, ജീവൻ നാസർ എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നിറപറയും ലുലു ഹൈപ്പർ മാർക്കറ്റും ചേർന്ന് 2016 ഏപ്രിലിൽ നടത്തിയ വിഷു കൈനീട്ടം നറുക്കെടുപ്പിലെ ബമ്പർ സമ്മാനമായി ഫോർഡ് എക്കോസ്പോർട്ട് കാറിന്റെ താക്കോൽ നിറപറ ബ്രാൻഡ് അംബാസിഡർ ഡോക്ടർ ലക്ഷ്മി നായർ സമ്മാനാർഹയായ ആന്റീന ജേക്കബിന് കൈമാറി. കൊച്ചി ലുലുമോളിൽ നടന്ന ചടങ്ങിൽ നിറപറ ജനറൽ മാനേജർ ഫിജി തോമസ്, ബിസിനസ് ഹെഡ് സുബിൻ ജോർജ്, ലുലു റീജിയണൽ ജനറൽ മാനേജർ സുധീഷ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒമാനിൽ കവർച്ചക്കാർ തട്ടിക്കൊണ്ടുപോയതെന്ന് കരുതുന്ന കോട്ടയം സ്വദേശി ജോൺ ഫിലിപ്പിന്റെ മൃതദേഹം കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട 2 ഒമാൻ സ്വദേശികൾ ഒമാൻ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇബ്രി താനം റൂട്ടിൽ മസ്രൂഖിക്ക് അടുത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ഇബ്രി ബുറൈമി റോഡിൽ സുനീന പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പെട്രോൾ സ്റ്റേഷനിലെ മാനേജറായ ജോൺ ഫിലിപ്പിനെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് കാണാതായത്. മരിച്ചത് ജോൺ ഫിലിപ്പാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദുബായ് ദേറയിൽ മലയാളികളും പാകിസ്ഥാനികളും ഗുജറാത്തികളും ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീടുണ്ട്. ഗുജറാത്തി ഹിന്ദുക്കൾക്ക് മധുര പലഹാരം നൽകിയാണ് പാക് മുസ്ലിം സഹോദരന്മാർ എല്ലാ ദിവസവും വീട്ടിൽ നോമ്പ് തുറക്കുന്നത്. മതത്തിലും ദേശത്തിലും ഉപരി അടിസ്ഥാന മാനുഷിക പ്രശ്നങ്ങളാണ് ഇവരെ ഏകോദര സഹോദരങ്ങളാക്കുന്നത്. മതവും ദേശവുമെല്ലാം സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന ഇക്കാലത്ത് ദുബൈ ദേറ മുർഷിദ് ബസാറിലെ ഈ വീട്ടിലെത്തിയാൽ വ്യത്യസ്തമായ കുറെ കാഴ്ചകൾ കാണാം. ഈ ചെറിയ വീട്ടിൽ ഗുജറാത്ത് സ്വദേശികളായ 9 ഹിന്ദുക്കളും പാകിസ്ഥാൻകാരായ 8 മുസ്ലിങ്ങളും 5 മലയാളികളും ഏകോദര സഹോദരങ്ങളെ പോലെ താമസിക്കുന്നു. വീടിന്റെ ഒരു വശത്ത് ഹിന്ദു ദൈവങ്ങൾ, മറുവശത്ത് ചുമരിൽ അള്ളാഹുവിന്റെ നാമം. ഒരു കസേരയിലിരുന്ന് സൂറത്തുകാരൻ രവി ബ്രഹ്മം ഭട്ട് ഭഗവത്ഗീത പാരായണം ചെയ്യുമ്പോൾ തൊട്ടടുത്ത സീറ്റിലിരുന്ന് പാകിസ്ഥാനിലെ കോട്ട്ലി സ്വദേശി ആഫിഫ് ഖുറാൻ വായിക്കുന്നു. ഹിന്ദു സഹോദരന്മാർക്ക് പലഹാരങ്ങൾ വിതരണം ചെയ്താണ് പാക് സഹോദരന്മാർ നോമ്പ് തുറക്കുന്നത്. ഒരേ അടുക്കളയിൽ അവർ ഒരുമിച്ച് പാചകം ചെയ്യുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. लोगों के अंदर नहीं है पॉलिटिक्स. लोग जो है ना, ये लोग झगड़ा में और फसाद करना के सोचते हैं. इंसान पूरा सेम है. हम लोग पूरा टाइम हिंदू के साथ काम करते हैं और हम लोग कभी हिंदू मुसलमान के बारे में कभी बात भी नहीं करते कि ये मुस्लिम है, ये हिंदू है, ये छोटा है, ये बड़ा है. वी नेवर थिंक लाइक दैट. പറവൂർകാരനായ റഷീദിന്റെ വീട്ടിൽ ഈ റംസാൻ കാലത്ത് പാകിസ്ഥാൻകാരനും ഗുജറാത്തിയും മലയാളിയുമെല്ലാം ഏക സഹോദരങ്ങളായി ജീവിക്കുന്നു. ഇവർ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്: മതമല്ല, മനുഷ്യത്വമാണ് ഏറ്റവും വലുത്. ദുബായിൽ നിന്ന് പീപ്പിൾ ടിവിക്ക് വേണ്ടി കെ രാജേന്ദ്രൻ.